സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എൻജിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിനുള്ള ഓൺലൈൻ ഓപ്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്. എൻജിനീയറിംഗ് കോഴ്സുകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഫാർമസി കോഴ്സുകളിലേക്ക് ഇപ്പം ഓപ്ഷൻ കൊടുക്കാൻ സാധ്യമല്ല. സംസ്ഥാനത്തെ വിവിധ എൻജിനീയറിംഗ് കോളേജ്, അതായത് ഗവൺമെൻറ് കോളേജുകളിലേക്കും എയ്ഡഡ് കോളേജുകളിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്കും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലേക്കും എല്ലാം പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഇപ്പോഴാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുക്കേണ്ടത്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ 50% വരുന്ന സീറ്റുകളിലേക്ക്, ഗവൺമെൻറ് സീറ്റുകളിലേക്ക് ഓപ്ഷൻ നൽകേണ്ടത് കീം വഴിയാണ്. 50% സീറ്റ് അവർ മാനേജ്മെൻറ്റ് വഴിയാണ് നികത്തുന്നത്. അതിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. അത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 50% വരുന്ന ഗവൺമെൻറ് സീറ്റിലേക്കാണ് കീം വഴി ഓപ്ഷൻ നൽകുന്നത്. 16/7/2025 രാവിലെ 11 മണി വരെയാണ് സിയുടെ വെബ്സൈറ്റ് വഴി. അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ എൻട്രി എന്നുള്ള ഒരു ടാബ് കാണാം. അതുവഴി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഹോം പേജിൽ കാണുന്ന ഓപ്ഷൻസിൽ അവൻ്റെ നേരെ തന്നെ നിങ്ങൾക്ക് അവിടെയുള്ള ആ സീറ്റിലേക്കുള്ള ഫീസും കാണാൻ സാധിക്കും. അപ്പോൾ ആ ഫീസ് നിങ്ങൾക്ക് ഫീസിബിൾ ആണെങ്കിൽ മാത്രം, അതായത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അടക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ആ സീറ്റുകളിലേക്ക്, പ്രസ്തുത സീറ്റുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകാവൂ എന്നുകൂടി ഓർമ്മിക്കാം. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഘട്ടത്തിൽ ഒന്നാം അലോട്ട്മെൻറ്റിൻ്റെ ഈ ഘട്ടത്തിൽ നിന്നുള്ള ഓപ്ഷനുകൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഇത്തവണ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഹോം പേജിൽ കാണിക്കുന്ന ഓപ്ഷൻസ് രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ഓപ്ഷൻസ് കാണിക്കില്ല. നിങ്ങൾ എത്ര ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടോ ആ ഓപ്ഷൻസും, അതേപോലെ ആ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തു പോകും. എന്നുള്ളതുകൊണ്ട് തന്നെ എത്ര കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കണോ അത്രയും ഓപ്ഷൻസ് ഇപ്പോൾ കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള ഓപ്ഷനുകൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പുതുതായി നൽകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ചിലർ കരുതുന്നുണ്ടാവും ഇപ്പോൾ കുറച്ചെണ്ണം കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് വരുമ്പം ബാക്കി കൊടുക്കാം എന്ന് കരുതുന്നവരുണ്ടാവും. എത്ര ഓപ്ഷൻസ് ആണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ 10 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ആ 10 അതിലേതും കിട്ടിയിട്ടില്ലെങ്കിൽ ആ 10 ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ ഹോം പേജിൽ കാണിക്കുകയുള്ളൂ. പുതുതായിട്ട് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടോ അതിൽ എത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കണോ അതെല്ലാം കൊടുക്കാം. ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഓപ്ഷൻ നടത്തിയിരിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീസ് അടക്കേണ്ടി വരും. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത രണ്ടാം ഘട്ടത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ബാക്കി ഫീസും കൂടെ അടച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് അവിടെ ബാക്കി ഫീസും കൂടെ അടച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫീസ് അടക്കാൻ പറ്റുന്ന ആൾക്കാർ, അതായത് അവിടെ കാണിക്കുന്ന ഫീസ് അടക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ മാത്രം ആ കോളേജിലേക്ക് ഓപ്ഷൻ കൊടുക്കുക. അല്ലാത്ത പക്ഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഓപ്ഷൻ എൻട്രിക്ക് അവസാന ദിവസം എന്ന് പറയുന്നത് 16/17/2025 രാവിലെ 11 മണി വരെയാണ് കൂടി മനസ്സിലാക്കാം. ഓപ്ഷൻ എൻട്രി നടത്താൻ ഫീസുണ്ട്. ഫീസ് 2000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം SC/ST കാറ്റഗറിക്കും അതേപോലെ OEC, അതായത് വിദ്യാഭ്യാസ SC/ST കാറ്റഗറിക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും അതുപോലെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ കുട്ടികൾക്കും 500 രൂപ മാത്രം ഈ ഓപ്ഷൻ എൻട്രി ഫീസ് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ എൻട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി അനുസരിച്ച് ഫീസ് അവിടെ കാണിക്കും. ആ ഫീസ് എത്രയാണോ കാണിക്കുന്നത് അത് നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്.
ഓൺലൈനായിട്ട് ഓപ്ഷൻ എൻട്രി ഫീസ് ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എൻട്രി ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഓപ്ഷൻ വിൻഡോയിലേക്ക് കയറാനും സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കാം. അതേ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, അവിടെ കാണിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ ഫില്ല് ചെയ്യുക. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഈ പ്രോസസ്സ് കഴിയുന്നതിന് മുമ്പ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് തിരിച്ചു തരാൻ വേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും, സേവിങ്സ് ബാങ്ക് കാൻഡിഡേറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പാരൻസിൻ്റെ പേരിലോ ഉള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ആ കൊടുത്തിരിക്കുന്നത് അവിടെ നൽകുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ഉറപ്പ് വരുത്താം. പല കുട്ടികളും പിന്നീട് പറയുന്ന കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. റീഫണ്ട് കിട്ടാത്തതിന് കാരണം ഒന്നുകിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലെ തെറ്റോ അതല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് കൊടുത്തിരിക്കുന്നതോ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടും കൂടെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. SC/ST കാൻഡിഡേറ്റ്സിനും അതേപോലെ OEC വിഭാഗത്തിൽപ്പെടുന്ന കാൻഡിഡേറ്റ്സിനും അടക്കുന്ന 500 രൂപ അവരുടെ കോഷൻ ഡെപ്പോസിറ്റായിട്ട് പരിഗണിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ബാക്കി ഓപ്ഷൻ എൻട്രി നടത്തുന്ന ഓപ്ഷൻ എൻട്രിക്കായിട്ട് നിങ്ങൾ അടക്കുന്ന 2000 രൂപ നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി വഴി ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അത് ട്യൂഷൻ ഫീസിലേക്ക് വരവേക്കുന്നതാണ്. ബാക്കി ട്യൂഷൻ ഫീസിൻ്റെ ബാക്കി 2000 കഴിച്ച് ബാക്കി മാത്രം അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി എല്ലാം കഴിഞ്ഞിട്ടും അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു ഓപ്ഷൻ ഇതിൽ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരു അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടക്കുന്ന 2000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ആ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഓപ്ഷൻ എൻട്രി സമയത്ത് തന്നെ അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതായത് കേപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലെ 95% മെറിറ്റ് സീറ്റുകളിലും 5% മാനേജ്മെൻറ്റ് സീറ്റുകളിലും ഈ പ്രവേശന പരീക്ഷാ കമ്മീഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് അവിടെ മാനേജ്മെൻറ്റ് സീറ്റിലായാലും ഗവൺമെൻറ് സീറ്റിലായാലും ഒക്കെ ഈ ഒരു ഓപ്ഷൻ എൻട്രി വഴി തന്നെ ഇത് നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടേക്ക് കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ, അത് മാനേജ്മെൻറ്റ് സീറ്റായാലും ഗവൺമെൻറ് സീറ്റായാലും കീം വഴി ഓപ്ഷൻ നൽകേണ്ടതാണ്. അവിടെ കാണിക്കും, നിങ്ങൾ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓപ്ഷൻ എൻട്രി നടത്തുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണിക്കും മാനേജ്മെൻറ്റ് സീറ്റ് ഗവൺമെൻറ് സീറ്റ് എന്നുള്ള രൂപത്തിൽ കാണിക്കും. അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ നേരെ ഫീസ് കാണിക്കുന്നത് നോക്കുക. ആ ഫീസ് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കും. അഡ്മിഷൻ കിട്ടുന്ന പക്ഷം ആ ഫീസ് അടക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകാവൂ. അതുപോലെ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിലെ 95% സീറ്റുകളിലെയും സർക്കാർ സീറ്റുകളായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 95% സീറ്റുകളിലേക്ക്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്കും 95% സർക്കാർ സീറ്റുകളിലേക്കായി പരിഗണിച്ചുകൊണ്ട് പ്രവേശന പരീക്ഷാ കമ്മീഷൻ തന്നെയാണ് അവിടെയും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 50% മെറിറ്റ് സീറ്റുകളിലേക്കും 35% മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും പ്രവേശന പരീക്ഷാ കമ്മീഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും കീം വഴി തന്നെയാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ നേരിട്ട് പോയിട്ട് അവിടെ മറ്റ് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതല്ല. നേരെ ഇതിൽ വഴി തന്നെ, അതായത് ഓപ്ഷൻ എൻട്രി വഴി തന്നെയാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും പ്രവേശനം നൽകുന്നത്. ഇനി ഈ മേൽപ്പറഞ്ഞ സീറ്റുകൾ അല്ലാതെയുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ സീറ്റുകളുണ്ട്. ഇപ്പോൾ 95% എന്ന് പറഞ്ഞു. അതേപോലെ 50% ഗവൺമെൻറ് സീറ്റും 35% മാനേജ്മെൻറ്റ് സീറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതല്ലാത്ത സീറ്റുകളിൽ മെറിറ്റ് സീറ്റുകളിലും മാനേജ്മെൻറ്റ് സീറ്റുകളിലും അതായത് മേൽപ്പറഞ്ഞ സീറ്റുകളല്ലാതെയുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ 50% മെറിറ്റ് സീറ്റുകളും 45% മാനേജ്മെൻറ്റ് സീറ്റുകളിലും
പ്രവേശന പരീക്ഷാ കമ്മീഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ കേപ്പിൻ്റെ കീഴിൽ ഇതേപോലെ SCTയുടെ കീഴിൽ പിന്നെ ഇങ്ങനെയുള്ള ഇതിൽ കോളേജുകളിലല്ലാത്ത സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. അതായത് LBSൻ്റെ കീഴിലുള്ള IHRDയുടെ കീഴിലുള്ള ഈ കോളേജുകളിലും 50% ഗവൺമെൻറ് സീറ്റുകളിലേക്കും 45% മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും ഈ ഓപ്ഷൻ എൻട്രി വഴി തന്നെയാണ് ഇത് അഡ്മിഷൻ നടത്തുന്നത്. അവിടെ പ്രത്യേകം മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രത്യേകം അപേക്ഷ സ്വീകരിക്കുന്നില്ല. സ്വകാര്യ സോഷ്യൽ എഞ്ചിനീയറിംഗ് കോളേജിലെ രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് ട്രസ്റ്റ്, അതേപോലെ സമുദായ കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകണം. അവർക്കും ഈ ഓപ്ഷൻ എൻട്രി വഴി തന്നെയാണ് അതിലേക്ക് പ്രവേശനം നൽകുന്നത്. കേപ്പിന് കീഴിൽ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ കോഓപ്പറേറ്റീവ് വകുപ്പിലെ ജീവനക്കാരുടെ മക്കൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരും ഈ ഓപ്ഷൻ എൻട്രി വഴി തന്നെ അവർ ഓപ്ഷൻ സമർപ്പിച്ചിരിക്കണം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അനുയോജ്യ, അതായത് സ്യൂട്ടബിലിറ്റി അനുസരിച്ചായിരിക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് പ്രത്യേകം അവർക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ അവർക്ക് ആ കോഴ്സിലേക്കോ അല്ലെങ്കിൽ ആ കോളേജിലേക്കോ പ്രവേശനം നൽകുകയുള്ളൂ. പിന്നെ ഇതിൽ ഈ വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയാണ് ആനുവൽ ഫീസ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ ഗവൺമെൻറ് എയ്ഡഡ്, ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജസ് ആണെങ്കിലും അതേപോലെ എയ്ഡഡ് കോളേജുകളാണെങ്കിലും ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളാണെങ്കിലും അവിടെ അതായത് 9 ഗവൺമെൻറ് കോളേജ് ഉണ്ട്, 1 എയ്ഡഡ് കോളേജ് ഉണ്ട്, 2 ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളുണ്ട്. അങ്ങനെ 12 കോളേജുകളാണുള്ളത്. ഈ കോളേജുകളിലേക്ക് 8650 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. 8650 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, 2000 രൂപ നിങ്ങൾ ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടക്കുമ്പോൾ 2000 രൂപ ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടക്കുമ്പോൾ ഈ ഏതെങ്കിലും കോളേജിൽ, ഈ ഗവൺമെൻറ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ, ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ 2000 കഴിച്ച് ബാക്കി എത്രയാണോ വരുന്നത്, അതായത് 6650 രൂപ, ഈ 6650 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് പിന്നീട് അടയ്ക്കേണ്ടി വരിക. നേരത്തെ അടച്ചിരിക്കുന്ന 2000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ട ഈ ട്യൂഷൻ ഫീസിലേക്ക് വരവ് വെച്ചുകൊണ്ട് ബാക്കി അടക്കാൻ പറയുള്ളൂ. പ്ലസ് 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റും. അപ്പോൾ 6650 രൂപ അല്ലെങ്കിൽ 7650 രൂപയായിരിക്കും നിങ്ങൾ ടോക്കൺ ഫീസായിട്ട് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഈ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അടയ്ക്കേണ്ടി വരിക. അതേസമയം ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിൽ, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലോവർ ഫീസ്, മെറിറ്റ് ലോവർ ഫീസ് സീറ്റുണ്ട്, മെറിറ്റ് ഫുൾ ഫീസ് സീറ്റുണ്ട്. മെറിറ്റ് ലോവർ ഫീസ് സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റുകളാണ്. അതേസമയം മെറിറ്റ് ഫുൾ ഫീസ് സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സീറ്റുകളാണ്. അത് എത്ര ശതമാനമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. 50% ഗവൺമെൻറ് സീറ്റുകളിൽ എല്ലാ കോളേജുകളിലും ഉണ്ടായിരിക്കും. ആ സീറ്റിൽ, അതായത് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റിയിൽ 36,750 രൂപയാണ് ഗവൺമെൻറ് സീറ്റുകളിലെ ഫീസ് എന്ന് പറയുന്നത്. അതേസമയം അവിടെ തന്നെയുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്കും കീം വഴി തന്നെയാണ് പ്രവേശനം നടത്തുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ 68,250 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. SCT കോളേജിൽ 44,680 രൂപ, ഗവൺമെൻറ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിൽ 82,990 രൂപയാണ്. അങ്ങനെ ഓരോ കോളേജിലെയും ഫീസ് ഇവിടെ എത്രയാണെന്നുള്ള ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ചില കോഴ്സുകളിലേക്ക് ഫീസിന് വ്യത്യാസം വരുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ കോളേജുകളിലേക്കോ അതുപോലെ ആ കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓപ്ഷൻ നൽകണ്ട എന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഫീസിൻ്റെ കാര്യം തന്നെയാണ്. ഫീസ് അവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ എൻട്രി സമയത്ത് അവിടെ കാണിക്കുന്നില്ല എങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്ന് കൂടി ഉണർത്തുകയാണ്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് അണ്ടർ കേരള സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അവിടെ 50% ഗവൺമെൻറ് സീറ്റ് ഉണ്ട്.
പിന്നെ 50% ഗവൺമെൻറ് സീറ്റിൽ തന്നെ 25%, 50% ഗവൺമെൻറ് സീറ്റ് കഴിഞ്ഞിട്ട് 25% ലോവർ ഇൻകം ഗ്രൂപ്പിനും 25% അതേഴ്സിനും ഉണ്ട്. അതും കൂടി മനസ്സിലാക്കുക. അവിടെ ഫീസ് എത്രയാണെന്നുള്ളത്. അതായത് 25% ലോവർ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ 50,000 രൂപ പെർ ആനം ആണ് ഒരു വർഷം. അതേസമയം 25% അതേഴ്സ് ആണെങ്കിൽ അവിടെ ട്യൂഷൻ ഫീസ് 55,000 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 27,500 രൂപയും അവിടെ അടയ്ക്കേണ്ടതുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോലഞ്ചേരി, കോളേജ് ഓഫ് അണ്ടർ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ്, അത് 8ാമത്തായിട്ട് കൊടുത്ത് നോക്കാം. കോളേജസ് അണ്ടർ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അവിടെ 50% ഗവൺമെൻറ് സീറ്റാണ്. 50% ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം കിട്ടുന്നവരും 1,500,000 രൂപ ഒരു വർഷത്തെ ഫീസായിട്ട് അടയ്ക്കണം. SC ST OEC ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ ഈ വിഭാഗത്തിൽപ്പെടാത്ത എല്ലാവരും 50% ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം ലഭിക്കുന്നവരാണെങ്കിൽ പോലും അവർ 1,500,000 രൂപ ഒരു വർഷത്തെ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. ഓട്ടോണമസ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലും 1,500,000 രൂപ ഒരു വർഷത്തെ ഫീസായിട്ട് ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം ലഭിക്കുന്നവർ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഫീസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഓപ്ഷൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം, കഫേയിൽ നിന്ന് ചെയ്യാം, അതേപോലെ ഓപ്ഷൻ ഫെസിലിറ്റി സെൻറ്ററുകളുണ്ട്, അവിടെ പോയിട്ടും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടാണ് ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ഓപ്ഷൻ ഫെസിലിറ്റി സെൻറ്ററിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കും എന്നല്ലാതെ ഓപ്ഷൻ ആരും അവിടെ നിങ്ങൾക്ക് ചെയ്തു തരില്ല എന്നുകൂടി മനസ്സിലാക്കാം. AICTE ട്യൂഷൻ ഫീസ് പദ്ധതിയുണ്ട്, ട്യൂഷൻ ഫീ ഇളവ് പദ്ധതിയുണ്ട്. ഒരു കോളേജിൽ ഒരു കോഴ്സിൽ ടോപ്പ് വരുന്ന ഏറ്റവും ടോപ്പ് റാങ്കുള്ള 3 പേർക്കാണ് സാധാരണഗതിയിൽ, അതായത് 5% സീറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു കോഴ്സിൽ 3 സീറ്റാണ് ഉണ്ടാവുക. ആ 3 സീറ്റിൽ പ്രവേശനം ലഭിക്കുന്നവർക്ക് ഫീസ് ഇളവ് ലഭിക്കും. അതായത് നിങ്ങൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടി വരില്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് സീറ്റിൽ 1,500,000 രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു. ഈ AICTE ഫീസ് ഇളവിൽ ഒരു കാൻഡിഡേറ്റ് അർഹരാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ കിട്ടിയിരിക്കുന്ന സീറ്റിൽ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഗവൺമെൻറ് സീറ്റിൽ 1,500,000 രൂപ അടയ്ക്കേണ്ട ആ ഒരു സീറ്റിലേക്കാണ് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതെങ്കിൽ ആ വർഷത്തെ ട്യൂഷൻ ഫീസ് നിങ്ങൾ, അതായത് 1,500,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരില്ല എന്നുകൂടി മനസ്സിലാക്കുക. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കോഴ്സിലെ ഏറ്റവും ടോപ്പ് റാങ്കിലെ 3 പേരിൽ ഒരാൾക്കാണ് അത് കിട്ടുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷം 50% സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ള കോഴ്സിലെ അല്ലെങ്കിൽ കോളേജിലെ ഇതിലേക്ക് മാത്രമേ ഈ ട്യൂഷൻ ഫീ വേവർ അല്ലെങ്കിൽ AICTEയുടെ ഈ പ്രത്യേക പദ്ധതി ആപ്ലിക്കബിൾ ആവുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അതായത് എല്ലാ കോളേജിലും എല്ലാ കോഴ്സിനും ഈ ട്യൂഷൻ ഫീ വേവർ സ്കീം ഇല്ല എന്നുള്ളതാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത്. ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്, അതായത് 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലോ, ഓട്ടോണമസ് കോളേജിലോ ആണെങ്കിൽ, ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ എയ്ഡഡ് ഓട്ടോണമസ് കോളേജിലോ ആണെങ്കിൽ അവിടുത്തെ ഫുൾ ഫീസും, അതായത് 8,650 രൂപയാണ് പെർ ആനം എന്ന് പറയുന്നത്. 2,000 രൂപ അല്ലെങ്കിൽ 500 രൂപ നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്ന ഫുൾ ഫീസുമാണ് ടോക്കൺ ഫീസായിട്ട് CEയുടെ പേരിൽ 1ാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ അടയ്ക്കേണ്ടത്. അല്ലാതെ കാൻഡിഡേറ്റ്സ് എല്ലാം, അതായത് വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം 8,000 രൂപയായിരിക്കും ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. ഈ 8,000 രൂപയും അതല്ലെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന 6,650 രൂപയും ഇതെല്ലാം പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത്, അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത അഡ്മിഷൻ കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്തോ അവിടെ കാണിക്കുന്ന ഫീസിൽ ഇത് റിഡ്യൂസ് ചെയ്ത് തരും. അത് നിങ്ങളുടെ
അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പ്രത്യേകം കാണിച്ചിരിക്കും. അതായത് നിങ്ങൾ അടയ്ക്കുന്ന ഈ ടോക്കൺ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, ഇത് നഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. അതും കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ഗവൺമെൻറ്റും സോഷ്യൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ഫീസ് ഘടന ബഹുമാനപ്പെട്ട കോടതിയോ മറ്റ് അധികാരപ്പെട്ട സ്ഥാപനങ്ങളോ അംഗീകരിക്കാത്ത പക്ഷം ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് എല്ലാ വിദ്യാർത്ഥികളും അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അതായത് ഗവൺമെൻറ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ എയ്ഡഡ് ഓട്ടോണമസ് കോളേജോ അല്ലാത്ത കോളേജുകളിൽ ഫീസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ആ കോളേജിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കാൻ ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളതും കൂടി ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുക. നിലവിൽ ഫീസ് ഉയർന്ന റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന ഫീസാണ് ഇപ്പം നിലവിൽ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടനയല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫീസ് ഘടന എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഫീസ് അധിക ഫീസാണെങ്കിൽ ആ അധിക ഫീസ് അടയ്ക്കാൻ കാൻഡിഡേറ്റ് ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷൻ നൽകുക. പലരും ഏറ്റവും അവസാനം ഞാൻ ഇത് കിട്ടുമോ ഇല്ല എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, ഇനി അവിടെ കൊടുത്തു, ആ കോളേജ് കൊടുത്തു, ഇപ്പോൾ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അവിടെ ഫീസ് ഇത്രയാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടുമ്പോൾ അവിടെ ആ കോളേജിൽ പ്രവേശനം നേടണ അതേസമയം അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കോളേജ് ഏതാണോ അത് നോക്കിയിട്ട് അവിടെ എത്രയാണോ നിങ്ങളോട് ടോക്കൺ ഫീസ് അടക്കാൻ പറയുന്നത് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അതേപോലെ ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനം ഞാൻ ഇന്ന കോളേജ് കൊടുത്തിരുന്നു, എല്ലാം കൊടുത്തതിന് ശേഷം അവിടെ വെറുതെ കൊടുത്തതായിരുന്നു, ആ കോളേജിൽ തന്നെ എനിക്ക് കിട്ടി, എനിക്ക് അതിൽ പോകാൻ താല്പര്യമില്ല, ആ കോഴ്സ് അങ്ങനെയാണ്, ആ കോളേജ് ഇങ്ങനെയാണ്, ഇത് ഇത്ര ദൂരത്തിലാണ്, അവിടെ ഇന്ന ഫെസിലിറ്റി ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ധാരാളം പാരൻസും സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത കോഴ്സോ കോളേജോ കൊടുക്കാണ്ടിരിക്കുക. അവസാനം നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും എവിടെയും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പോകും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയാണ്, ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള ഓപ്ഷനുകൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പുതുതായി നൽകാൻ സാധിക്കുന്നതല്ല. അതായത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തോ, ഇപ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ ഒരു 800 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 500 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 500 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 400ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 400ാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാം ഡിലീറ്റ് ആവും. ബാക്കി 400 ഓപ്ഷൻസ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാകും. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ 800 ഓപ്ഷൻസ് ഉണ്ട്. ആ 800 ഓപ്ഷൻസിൽ നിങ്ങൾ ആകെ 50 എണ്ണേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊന്നും കൊടുത്തില്ല എങ്കിൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് 50 ഓപ്ഷൻസ് നിങ്ങൾ ഈ ഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന 50 ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾ അവിടെ കാണിക്കുകയുള്ളൂ. അതേസമയം ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റായി പോകും എന്നും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും ഏത് പ്രയോറിറ്റിയിലാണോ വരേണ്ടത്, ഒന്നാമത്തെ പ്രയോറിറ്റി ഏത് കോളേജാണോ ഏത് കോഴ്സാണോ അത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷനായിട്ട് അടുത്ത കോഴ്സും അടുത്ത കോളേജും, അതായത് CET-യിലെ CS ആണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോയ്സ് എങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുക്കുക. CET-യിലെ EC ആണ് രണ്ടാമത്തെ ചോയ്സ് എങ്കിൽ EC 2 കൊടുക്കുക. ഇനി ഇത് രണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ TKM-ലെ CS ആണ് മൂന്നാമത്തെ ചോയ്സ് എങ്കിൽ അത് മൂന്നാമത്തേതായിട്ട് കൊടുക്കുക. അവിടെ കിട്ടിയിട്ടില്ല എങ്കിൽ തൃശ്ശൂരെ CS ആണ് നാലാമത്തെ ചോയ്സ് എങ്കിൽ ചോയ്സ് 4 അത് കൊടുക്കുക. ഇത് 4ഉം കിട്ടിയിട്ടില്ല എങ്കിൽ
CET-യിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നമുക്ക് 5ാമത്തെ ചോയ്സെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതായത് കോഴ്സും കോളേജും ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പലർക്കും അതിലും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൈർഘ്യമേറിയ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഓപ്ഷൻ എൻട്രി കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്യും. അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർ പിന്നീട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഫീസ് താങ്ങാൻ പറ്റാതെ നിർത്തിപ്പോരുകയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വീണ്ടും ട്രൈ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. നല്ല റാങ്ക് കിട്ടിയിട്ടും ഇങ്ങനെ പെട്ടുപോകുന്ന സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ, ഈ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റിന് മറുപടി തരും. അതേസമയം എൻ്റെ റാങ്ക് എത്രയാണ്, എനിക്ക് ഇവിടെ കിട്ടുമോ അവിടെ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ പ്ലീസ് ചോദിക്കാണ്ടിരിക്കുക. അതിന് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ, അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് കാണിക്കും. അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കുക. അതായിരിക്കും ഏകദേശം ഈ വർഷവും വരാൻ സാധ്യതയുള്ള, ഓരോ കോളേജിലും കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് റേഞ്ച് എന്നുകൂടി മനസ്സിലാക്കുക. അതേ റാങ്കിന് കിട്ടുമെന്നാണ് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. അത് മാറി മറിയാൻ സാധ്യതയുണ്ട്. എങ്കിലും ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള റേഞ്ചാണ് ആ പറയുന്നത്. 16/7/2025 രാവിലെ 11 മണിക്കകം ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ 16/7/2025 രാവിലെ 11 മണിക്കകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സേവ് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്ത് വെച്ചു. പ്രിൻ്റ് ചെയ്യാൻ മറക്കണ്ട. സേവ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള ഏക മാർഗം നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ട് ആണെന്നുള്ളതുകൊണ്ട് ഓപ്ഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 16/7/2025 രാവിലെ 11 മണിക്ക് ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താം. എന്ത് മാറ്റം വരുത്തുകയാണെങ്കിലും ഓരോ ഓപ്ഷനെ മാറ്റം വരുത്തിയിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാം. അതേപോലെ ആർക്കെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. പക്ഷേ അത് ഫ്രീ ആയിട്ടുള്ളതല്ല എന്നുകൂടി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനിയും ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഓപ്ഷൻ എൻട്രി സംബന്ധമായിട്ടും അഡ്മിഷൻ സംബന്ധമായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ഈ ചാനലിലൂടെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.